ഞാൻ കൊല്ലത്തത് ഇതല്ല, കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തില്ല, അത് ഞാൻ എടുത്തിട്ട് തരാവേ. ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. ഞാൻ പറഞ്ഞില്ലേ റോസ്റ്റർ ഫോമിനകത്തുനിന്ന് അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണും, പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ വേർഡ് പ്രോബ്ലം കാണും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എന്താണ്? എ ഈസ് ഈക്വൽ ടു, അവരൊരു സെറ്റ് ബിൽഡർ ഫോം തന്നു. ഇതാണ് തന്നത്. എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. പറ. ഈ എയെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോം റോസ്റ്റർ ഫോം പറഞ്ഞേ. എ -2 -2 -1 0 0 1 1 2 2 3 3 4 4 5 5 6. ചിലപ്പോ ബിയും കൂടെ പറഞ്ഞോ. 1 2 3 4 5. ഓക്കെ, മ്യൂട്ടാക്കിക്കോ മോനെ. ക്വസ്റ്റിന് ചിലപ്പോ ഈ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 എന്നൊക്കെ തന്നെ തരും. എന്നിട്ട് ഈ ഇന്റീജറിന് പകരം നാച്ചുറൽ നമ്പർ തരും. ഇതിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഇതേ സാധനം തന്നെ എഴുതും. കേട്ടല്ലോ. അപ്പൊ നമ്മൾ എയും ബിയും ഇതേ കറസ്പോണ്ടിങ് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്രസ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. ഇത്രയും എഴുതി വെച്ചാൽ 1 മാർക്കേ കിട്ടത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് എ മൈനസ് ബി. ഇതാണ് നമ്മുടെ എ, രണ്ടാമത്തെ നമ്മുടെ ബി. ക്വസ്റ്റ്യൻ ഫൈൻഡ് എ മൈനസ് ബി എന്നാണ് ചോദ്യം. അപ്പൊ എ തെറ്റി ഒരാൾക്ക് എ മൈനസ് ബി ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. ആ 1 മാർക്ക് ഫുള്ള് പോവും. അടുത്ത ക്വസ്റ്റ്യനും എന്താണ് പറഞ്ഞേക്കുന്നത്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ കണ്ടുപിടിക്കുക എന്നാ. അപ്പൊ എയോ ബിയോ തെറ്റി ഒരാൾക്ക് ഈ 3 മാർക്കും അങ്ങ് പോകും. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ വേണ്ട കിടക്കുന്നു. സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തത് ഇത് തന്നെ ഞാൻ PDF ആക്കി അയച്ചു തരാം. ഇപ്പൊ നിങ്ങൾ എഴുതണ്ട. നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇത് വേഗം തീർത്തിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. 16 ചാപ്റ്റർ ഉണ്ട്. തീർക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതാണേ. രണ്ടാമത്തെ പാർട്ട് നോക്ക്. സെക്കൻഡ് പാർട്ട്. ഫൈൻഡ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ? എയിൽ നിന്നും കോമൺ ആയിട്ടുള്ളവരെ കളയുക. ഇതാണ് നമ്മുടെ എ. എയിൽ നിന്നും കോമൺ ആരൊക്കെയാ? 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 3 കോമൺ ആണ്, 4 5. അപ്പൊ 1 2 3 4 5 ഇത്രയും പേരാണ് കോമൺ. ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ മിച്ചം ആരൊക്കെയുണ്ട്? -2 -1 0 6. അപ്പോൾ എ മൈനസ് ബി എഴുതാൻ പറഞ്ഞാൽ ആരൊക്കെയാ? -2 വരും, -1 വരും, 0 വരും, 6 വരും. സെക്കൻഡ് പാർട്ടിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ബി മൈനസ് എ എഴുതാനായിരുന്നു. ബി മൈനസ് എ എന്ന് വെച്ചാൽ എന്താ? ബിയിൽ നിന്നും കോമൺ ആയിട്ടുള്ളവരെ കളയുക, ശേഷം ബി എഴുതുക. ഇതാണ് ബി. ബിയിൽ നിന്ന് കോമൺ ആയിട്ടുള്ളവരെ കളയുക. ഇവരെല്ലാവരും തൊട്ട് മുകളിലത്തതിലും ഉണ്ട്. അഥവാ ഇവരെല്ലാവരും കോമൺ ആണ്. കോമൺ ഉള്ളവരെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് നൾ സെറ്റ് ആയിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ എഴുതി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. മൂന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ഇത്ര എഴുതി വെച്ചാല് 2 മാർക്ക് ശരി കിട്ടി. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അഡീഷണൽ ആയിട്ട് മേ ബി ചോദിക്കാം. എ മൈനസ് ബി എന്നതിന്റെ എക്സ്പ്രഷൻ ഏതാണെന്ന് ചോദിക്കാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും കോമൺ ആയവരെ കളയുക. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മൾ കോമൺ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എയിൽ നിന്നും കോമൺ ആയിട്ടുള്ളവരെ കളയുക. എ മൈനസ് ബി എഴുതാൻ പറഞ്ഞാൽ എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എഴുതിയാലും മതി. എന്ന് വെച്ചാൽ എയിൽ നിന്നും കോമൺ ആയവരെ കളയുക. മേ ബി എ മൈനസ് ബിക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇത് വേണം എഴുതി വെക്കാൻ. അപ്പൊ തേർഡ് പാർട്ട് നോക്ക്. എ മൈനസ് ബി യൂണിയൻ, എന്താ അവര് പറഞ്ഞേ? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ കണ്ടുപിടിക്കുക. അപ്പൊ വേണ്ട എ മൈനസ് ബി തൊട്ട് മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്, ബി മൈനസ് എയും തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരെ തമ്മിൽ യൂണിയൻ എടുത്തേ, ഇവരെ തമ്മിൽ ചേർത്ത് എഴുതിക്കേ. അല്ലെങ്കിലും ഒരു സെറ്റും ഒരു നൾ സെറ്റും കൂടെ യൂണിയൻ എടുത്താൽ എന്താണെന്ന് നമ്മൾ ഐഡന്റിറ്റി പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അതേ സെറ്റ് കിട്ടണം. അഥവാ -2 -1 0
6 കിട്ടും. ഈ സെറ്റിന്റെ പേരെന്തായിരുന്നു? A-B എന്നായിരുന്നു. അവരുടെ ചോദ്യവും ഇതായിരുന്നു. A-B യൂണിയൻ B-A is equal to A-B ആന്ന് പ്രൂവ് ചെയ്യാൻ. നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. മക്കളെ മനസ്സിലായോടാ? വിനീത മനസ്സിലായോ കുഞ്ഞെ? മനസ്സിലായി. ഓക്കെ. ആർക്കേലും മനസ്സിലായില്ലേ പറയണം കേട്ടോടാ. ഞാൻ നിങ്ങളുടെ പേര് ഇപ്പൊ നോക്കണില്ല. ഞാൻ ജോയിൻ ചെയ്തപ്പോ അവിടെ പേരാ കണ്ടേ, അത് അവളെ വിളിക്കണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് 2 മാർക്ക് 3 മാർക്ക് കിട്ടിയിട്ടിരിക്കുക. 5 മാർക്ക് മിനിമം, 5 മാർക്ക് മാക്സിമം 6 മാർക്ക്. അതാണ് സെറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡന്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതി വെക്കും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു എത്ര? 35. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ? 24 പ്ലേ ക്രിക്കറ്റ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പ്ലേ എന്ത്? ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്നാണോ ക്രിക്കറ്റ് ഒൺലി എന്നാണോ എന്നൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ഒൺലി ഒക്കെ പറഞ്ഞു. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണത്തെ ഞാൻ NC എന്നാ പറഞ്ഞത് എളുപ്പത്തിന്. കാര്യം ഇനിയുള്ള അടുത്തൊക്കെ NC എന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് എഴുതിയതാ. ഇത് 24 ആന്ന് പറഞ്ഞു. പിന്നെ അവരെന്താ പറഞ്ഞത്? 16 പ്ലേ ഫുട്ബോള്. അപ്പൊ ഇത് തന്നെ എഴുതാ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു പ്ലേ ഫുട്ബോള് കളിക്കുന്നവരെ ഞാൻ NF എന്നാ എഴുതിയത്. NF എന്നും NF എന്നും എഴുതിയാലും കുഴപ്പമില്ല. ഇതാകുമ്പോ എനിക്ക് മനസ്സിലാകും C ക്രിക്കറ്റും F ഫുട്ബോളും ആണെന്ന്. 16. എന്നിട്ട് അവർ പറഞ്ഞു ഓൾസോ ഈച്ച് സ്റ്റുഡന്റ് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് 1. എല്ലാവരും ഒരു ഗെയിമെങ്കിലും കളിക്കുന്നുണ്ട്. അപ്പൊ എന്താ? ഈ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തന്നെയാണ് NC യൂണിയൻ F. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കായിരുന്നു NC യൂണിയൻ F ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ലോജിക്ക് മക്കൾ ഓർത്തണം. ഇപ്പൊ ഞാൻ പറയുക 5 പേര് ഒന്നും കളിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം 35ഉം NC യൂണിയൻ F എന്ന് പറഞ്ഞാൽ 5 പേരെ മാറ്റിയിട്ടുള്ള ബാലൻസ് ആളുകളുവാ. ചോദ്യം എന്താ? നമ്പർ ഓഫ് ഹൗ മെനി ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ്. ബോത്ത് വന്നാൽ എന്ത്? ഇന്റർസെക്ഷൻ. ഏത് ഫോമുലും അപ്ലൈ ചെയ്യും? NC യൂണിയൻ F is equal to NC plus NF minus NC intersection F. വാല്യൂസ് ഇട്ട് കൊടുക്കുവാണെന്ന് വെച്ചോ. NC യൂണിയൻ F എത്ര? 35 is equal to 24A plus 16 minus NC intersection F. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 35 is equal to തമ്മിൽ എടുക്കുമ്പോൾ എത്ര? 30 40. 40 മൈനസ് NC ഇന്റർസെക്ഷൻ F എന്ന് കിട്ടും. ഇതപ്പുറേ പോകുന്നു, ഇതിപ്പുറേ വരുന്നു. അവസാനം കിട്ടി NC ഇന്റർസെക്ഷൻ F is equal to 5. അഥവാ 40 മൈനസ് 35 5 എന്ന് കിട്ടും. മനസ്സിലായോടോ കുഞ്ഞുങ്ങളെ? ഞാൻ ചില ക്വസ്റ്റിന്റെ സൊല്യൂഷൻ ഇവിടെ എഴുതത്തില്ല. നിങ്ങൾ പക്ഷെ ബുക്കിലേക്ക് അത് ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എഴുതണില്ല. ഇതേണ്ടേ ഈ B പാർട്ടിന്റെ ആൻസർ പറഞ്ഞേ. A is equal to ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. ഞാൻ എഴുതിയേക്കാം. MATHEICS അല്ലെ? MATH M റിപ്പീറ്റഡ് ആയിരുന്നു, A റിപ്പീറ്റഡ് ആയിരുന്നു, T റിപ്പീറ്റഡ് ആയിരുന്നു, ICS. ഓക്കെ. B is equal to പറ. STAIS. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 2n ഒക്കെ തന്നെ, പക്ഷെ ഒരാൾ കുറവാ. ആ -1 പവറിലല്ല ഇടണ്ട, ബേസിൽ കേട്ടോ. 2n -1 അവര് തന്നു. അത് എത്ര? 63 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2n - 1 is equal to 63. എത്ര പേര് ചായയും കാപ്പിയും കുടിക്കുന്നുണ്ട്? 275 പേര് എന്തേലും ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുടിക്കാത്തവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ സബ്ട്രാക്ട് ചെയ്യും. എന്ത് കിട്ടും? 325 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡ്രോ വെൻ ഡയഗ്രം വിച്ച് റെപ്രസെന്റ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അടുത്തത് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാ.
എന്താ പനെ? എനിക്ക് ആ 8ാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ട് മനസ്സിലായില്ല. നോക്ക് മക്കളെ, വെൻ ഡയഗ്രം വരച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കോമൺ എത്ര പേരെന്ന് എനിക്ക് അറിയായിരുന്നു. എത്ര പേരാ? 100 പേര്. അപ്പൊ ഞാൻ വെൻ ഡയഗ്രം കോമൺ ഉള്ളതുകൊണ്ട്, കോമൺ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്നത് ഇങ്ങനെയാ. ഒരു സർക്കിള്, അതിനെ ഓവർലാപ്പ് ചെയ്യാത്ത രീതി വേറൊരു സർക്കിള്. ഇതാണ് കോമൺ ഇല്ലെങ്കിൽ വരയ്ക്കേണ്ടത്. ഇവിടെ എന്താ, 100 പേര് കോമൺ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാ വട്ടം വരയ്ക്കേണ്ടത്, ഓവർലാപ്പ് ചെയ്ത്. എന്നിട്ട് ആ കോമൺ പോർഷൻ ആദ്യം എഴുതി 100. എന്നിട്ട് വന്ന് നോക്കുക, കോമൺ എഴുതി കഴിഞ്ഞാൽ ഞാൻ ബാക്കി നോക്കത്തുള്ളൂ. മൊത്തം 600 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പുറത്തെ 600 കാണിച്ചു, 600. 150 സ്റ്റുഡന്റ് ടേക്കിംഗ് ടി. 150 പേർക്ക് ടീ ഇഷ്ടം. അപ്പൊ ടീയുടെ സർക്കിൾ മൊത്തം നോക്കിക്കേ, ഇത്രയുമാണ്. ടീയുടെ സർക്കിൾ എന്ന് പറയുന്നത് ദേ ഇത്രയുമാണ്. അതിനകത്ത് ഓൾറെഡി ഇപ്പൊ 100 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ 150 ആക്കാൻ വേണ്ടി ഒരു 50 കൂടെ വേണം. ആ 50 ഞാൻ ഇവിടെ എഴുതി. അത്രയും ക്ലിയർ ആണോ മോനെ? പിന്നെന്താ പറഞ്ഞ, 225 പേർക്ക് കോഫി ഇഷ്ടമാ. അപ്പൊ ഞാൻ കോഫിയുടെ സർക്കിൾ നോക്കി. കോഫിയുടെ സർക്കിളിൽ ഞാൻ ഇവിടെ 100 എഴുതി വെച്ചിട്ടുള്ളൂ. ഈ 100നെ 225 ആക്കാൻ ഒരു 125 കൂടെ വേണം. അതിപ്പറ എഴുതി. ഈ സർക്കിളുകളിൽ എന്ത് കിടക്കുന്നോ അത്രയും പേരെ എന്തെങ്കിലും ഒരു ബിവറേജ് കുടിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമുക്ക് നിർബന്ധമല്ലല്ലോ എല്ലാരും എന്തേലും കുടിക്കണോന്ന്. അപ്പൊ നമ്മൾ നോക്കി. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അവർ പറയണം ഇത്ര പേര് ഇത്ര ഒന്നും കുടിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ മാത്രമേ ആരെങ്കിലും ഒക്കെ കുടിക്കാതിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. ചായയും കാപ്പിയും കുടിക്കാത്ത എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം, മൊത്തം 600 പേരുണ്ട്. ഇത്രയും പേര് എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നുണ്ട്. 50 പേര് ചായ മാത്രം കുടിക്കുന്നു. 100 പേര് രണ്ടും കുടിക്കും. 125 പേര് കോഫി മാത്രം കുടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂട്ടിയെടുക്കും, മൊത്തം കൂടെ കൂട്ടി 100ഉം 50ഉം 150, 250, 275. മൊത്തം 275 പേര് എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. ടോട്ടൽ 600 പേരുണ്ട്. 275 പേര് എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. അപ്പൊ കുടിക്കാത്തവരെ കണ്ടുപിടിക്കാൻ ടോട്ടലിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താ പോരെ? സബ്ട്രാക്ട് ചെയ്തപ്പോ എനിക്ക് 325 എന്ന് കിട്ടി. ഓക്കെ. ബി പാർട്ട് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാത്ത വെൻ ഡയഗ്രം ആണെങ്കിലും വെൻ ഡയഗ്രം ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെ ഇരിക്കും? ബി പാർട്ട് പറയുക. 8ന്റെ എ പാർട്ടിന്റെ വെൻ ഡയഗ്രം ആണ് ഇത്. ബി പാർട്ട് വെൻ ഡയഗ്രം ഇതാണ് എ, ഇതാണ് ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ സർക്കിളുകളെല്ലാം വരും. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അത്രയും പോർഷൻ ഒഴികെ ബാക്കിയില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്പർ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. വേണ്ട മക്കളെ, ഇത് നോക്കിക്കേ, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഒന്നുകിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതെന്താണ്? ഡിമോർഗൻ വെച്ച് നമുക്ക് പറയാം, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിന്റെ എക്സ്പാൻഷൻ ആയത്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷന്റെ ഓപ്പോസിറ്റ് യു, ബിയുടെ ഓപ്പോസിറ്റ് ബി കോംപ്ലിമെന്റ്. അപ്പൊ അതെങ്ങനെ ഇരിക്കും? അത് വേണ്ടേ ഇങ്ങനെ ആയിരിക്കാൻ പോന്നെ. വെൻ ഡയഗ്രം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണമെന്നുള്ളവര് പറയണം കേട്ടോ. ഇത്രയും ഭാഗമാണ്, ഇപ്പൊ ഷെയ്ഡ് ചെയ്ത് കാണിച്ച ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് വേണ്ടത് എന്താ? കോംപ്ലിമെന്റാ. അപ്പോൾ ആ കോമൺ പോർഷൻ ഒരിക്കൽ ബാക്കി എല്ലാം അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചേക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? വെൻ ഡയഗ്രം ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. മക്കളെ, സെറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടാതിരിക്കരുത് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ട്രിഗ്നോമെട്രി വരുമ്പോൾ പകുതി പേർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. കാര്യം 10th നിങ്ങൾ എത്ര ഇക്വേഷൻ പഠിച്ചോ അതിന്റെ ഒരു 2 times ഇക്വേഷനും ഡെറിവേഷനും പഠിക്കേണ്ടി വരും ട്രിഗ്നോമെട്രിയിൽ മാത്രം. അതുകൊണ്ട് മക്കള് ഈസി ഉള്ള ചാപ്റ്റർ അഥവാ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ ചാപ്റ്ററുകളും അങ്ങനെ എളുപ്പത്തിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ. മക്കളെ, വെൻ ഡയഗ്രം വരയ്ക്കുന്ന എങ്ങനെ? പുറമെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിന്റെ പേരാണ് യു അഥവാ യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ നമ്മളോട് എ യൂണിയൻ ബി ആണ് ചോദ്യം. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ ഒരു സെറ്റിന് എ എന്നും പേര് കൊടുത്തു, ഒരു സെറ്റിന് ബി എന്നും പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോന്നേ? ചുമ്മാ ഒരു നമ്പറിങ് ഇടുക. ഇവിടെ 1, പുറമേ ഉള്ള ഭാഗം 1, ഈ പോർഷന് ഞാൻ 2 എന്ന് എഴുതി, ഈ പോർഷന് ഞാൻ 3 എന്ന് എഴുതി, ഇതിനെ ഞാൻ 4 എന്ന് എഴുതി.
പുറമെ ഉള്ളതിനെ എഴുതണ്ട, കാര്യം ഓൾറെഡി 1 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് എന്താ? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എ എന്ന് പറയുന്ന സർക്കിളിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ വന്ന് നോക്കി. എ എന്ന് പറയുന്ന സർക്കിളിൽ ആരൊക്കെ ഉണ്ട്? 2 എന്ന് പറയുന്ന പോർഷനും 3 എന്ന് പറയുന്ന പോർഷനും കൂടി ചേരുന്നത്. അപ്പൊ 2ഉം 3യും കൂടെ ചേരുന്നതാണ് എ. യൂണിയൻ ബി എന്ന് പറയുന്ന പോർഷനിൽ ആരൊക്കെ ഉണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്. എനിക്കെന്താ ഇതിന്റെ കോംപ്ലിമെന്റാ കണ്ടുപിടിക്കണ്ടേ. ഇത്ര യൂണിയൻ എടുക്കുമ്പോ എന്തുവാ? യൂണിയൻ എടുക്കുക മീൻസ് ചേർത്ത് എഴുതുക എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പൊ യൂണിയൻ എടുക്കുമ്പോ 2 എന്ന് പറയുന്ന പോർഷൻ വരും, 3 എന്ന് പറയുന്ന പോർഷൻ വരും, 4 എന്ന് പറയുന്ന പോർഷൻ വരും. എന്നിട്ട് അതിന്റെ ഹോൾ കോംപ്ലിമെന്റ്. ശരിക്കും എത്ര പോർഷൻ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. കോംപ്ലിമെന്റ് എടുക്കുക മീൻസ് ഇവന്മാരെ എടുക്കണ്ട. അപ്പൊ 1 എടുത്തില്ല, 2 എടുത്തില്ല, 3 എടുത്തില്ല, മിച്ചം ഏതാ? സോറി, 2 എടുത്തില്ല, 3 എടുത്തില്ല, 4 എടുത്തില്ല, മിച്ചം ഏതാ? 1 മാത്രമേ ഉള്ളൂ. ആ 1 എന്ന് കാണുന്ന റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്ത് വെക്കുക. 1 തേണ്ട ഇതാ. 1 എന്ന് പറഞ്ഞാൽ ആ പുറമേയുള്ള ഭാഗമാ. മനസ്സിലായോ മോനെ? ആ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തത് ഞാൻ അവര് ചോദിച്ച മെത്തേഡ് തന്നെ കാണിച്ചു തരാം. അവിടെ അടുത്തത് ഇതേണ്ടേ, നമ്മള് പഴയതുപോലെ തന്നെ വെൻ ഡയഗ്രാം വരച്ചു, എ വരച്ചു, ബി വരച്ചു. ഡിസ്ജോയിന്റ് ആണോ എന്ന് എങ്ങനെ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എ വരച്ചു, ബി വരച്ചു, ചുമ്മാ നമ്പറിങ് കൊടുക്കുക. നമ്പറിങ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒന്നുകിൽ നിങ്ങൾ കാണാതെ പറയാൻ ഏബിൾ ആയിരിക്കണം. കാണാതെ പറയാൻ അറിയാത്തവർ നമ്പറിങ് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഓരോരുത്തരും പഠിക്കുന്ന സ്ട്രാറ്റജി അനുസരിച്ചിരിക്കുവേ. ചോദ്യം എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ആയിരുന്നു, യൂണിയൻ ആയിരുന്നു? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. വാ, ആദ്യം നമുക്ക് മൊത്തം ആരൊക്കെ എത്ര പേരുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ ഇല്ലാത്തവര്. എയിൽ ആരൊക്കെ ഉണ്ട്? എ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം ചേരുന്നയാ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കഴിഞ്ഞുള്ള ഭാഗം. 2ഉം 3ഉം പോയി കഴിഞ്ഞാൽ മിച്ചം 1ഉം 4ഉം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പോർഷനും 4 എന്ന് പറയുന്ന പോർഷനും ചേരുന്നയാ. യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താ? ബി എന്ന് വെച്ചാൽ 3ഉം 4ഉം ചേരുന്നയാ. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അവന്മാരില്ലാതെ ബാക്കി ആരാ? 1ഉം 2ഉം. യൂണിയൻ എടുക്കാനാ. യൂണിയൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1, 2, 4. അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ 1, 2, 4. അപ്പൊ ഇത് ഇത്രയും കിട്ടും. ആ 3 എന്ന് പറയുന്ന പോർഷനിലേക്ക് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പോകും. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു. എ കോംപ്ലിമെന്റിന്റെ ഓപ്പോസിറ്റ് എന്താ? എ. യൂണിയന്റെ ഓപ്പോസിറ്റ് എന്താ? ഇന്റർസെക്ഷൻ. ബി കോംപ്ലിമെന്റ് ഓപ്പോസിറ്റ് എന്താ? ബി. അതെ, ദ ഹോൾ കോംപ്ലിമെന്റ്. ഇത് ആര് പറഞ്ഞതാ? ഡിമോർഗൻ പറഞ്ഞതാ. ഡിമോർഗൻ അങ്ങനാ പറഞ്ഞു വെച്ചത്. നമ്മൾ ഡിമോർഗന്റെ 2 എണ്ണം പഠിക്കുകയും ചെയ്തതാ. അപ്പോഴും നമ്മളിതേ പഴയതുപോലെ 2 എണ്ണം വരച്ചു. ഇതിന്റെ മീനിങ് എന്താ? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏത് പോർഷൻ വരും? ഈ പോർഷൻ വരും അല്ലേ? അല്ലെങ്കിൽ ഇതേണ്ടേ, ഇത് വെച്ച് നോക്ക്. എ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം ആണ്, ബി എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം ആണ്. ഇന്റർസെക്ഷൻ എടുക്കുക. ഇന്റർസെക്ഷൻ എടുക്കുക മീൻസ് കോമൺ എടുക്കുക. ഇതിന് കോമൺ ആരാ? 3 എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ആണെന്ന് മനസ്സിലായി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഈ പോർഷൻ ഒഴികെ എല്ലാവരും. ഈ പോർഷൻ ഒഴികെ എല്ലാവരും എന്ന് പറയുമ്പോഴും കുറച്ച് മുന്നേ വരച്ച അതേ ഫിഗർ തന്നെയല്ലേ കിട്ടാൻ പോന്നെ. അങ്ങനെ മനസ്സിലായുള്ള. അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ വേർഡ് പ്രോബ്ലം വേറെ എവിടെയോ കിടപ്പുണ്ട്. അതാണ് 3 മാർക്ക് മാത്രമേ ഉള്ളത്. ക്വസ്റ്റ്യൻ കണ്ടോ? എക്സ് എന്ന് പറയുന്ന സെറ്റ് പ്രൈം നമ്പർ ലെസ് ദാൻ 11. സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. 40 നോട്ടോണെ. പ്രൈം നമ്പർ ലെസ് ദാൻ 11. അപ്പൊ തന്നെ നമുക്കറിയാം ആരൊക്കെയാ? 2, 3, 5, 7. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റീജർ. എവിടുന്ന് എവിടെ വരെ ഉള്ളത്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പൊ തന്നെ അറിയാം 2, 3, 4, 5, 6, 7, 8.
ഞാൻ എഴുതത്തില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ലോജിക്ക് പറഞ്ഞു തരത്തുള്ളൂ, നിങ്ങൾ ഇത് തന്നെ കണ്ടുപിടിച്ചോണം. ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് സി. സി എന്ന് വെച്ചാൽ എ ഇന്റർസെക്ഷൻ ബി ആ. അപ്പൊ എയും ബിയും കറക്റ്റ് ആക്കിയവരെ എ ഇന്റർസെക്ഷൻ ബി എടുക്കാം. അങ്ങനെ എ ഇന്റർസെക്ഷൻ ബി ശരിയാക്കി വെച്ചവന് മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റത്തുള്ളൂ. അവര് പറയുന്നു ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സി ഹാസ് 3 എലമെന്റ്. സിക്ക് 3 എലമെന്റുകൾ, സിയിൽ 3 പേരുണ്ടെങ്കിൽ ആരൊക്കെയാ 3 പേര്? 2 രണ്ടിടത്ത് വരും, 3 രണ്ടിടത്ത് വരും, 5 രണ്ടിടത്ത് വരും, 7 രണ്ടിടത്ത് വരും. പക്ഷേ അവര് പറഞ്ഞു ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് സി വിച്ച് ഹാസ് 3 എലമെന്റ്. സിക്ക് 3 പേര് ഉള്ളായിരുന്നുവെങ്കിൽ എന്നാ. അപ്പൊ നിങ്ങൾ തൊട്ടു മുമ്പിലത്തതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. തൊട്ടു മുമ്പിലത്തതിൽ സിയിൽ 4 പേരെ കിട്ടി. പക്ഷെ അവരുടെ ചോദ്യം എന്താണ്? സിയില് 3 പേരെ ഉള്ളായിരുന്നുവെങ്കിൽ സബ്സെറ്റുകൾ എത്ര? നമുക്കറിയാം 2/3. എത്ര എലമെന്റ് ഉണ്ടോ 2 അത്. അപ്പൊ അത് കിട്ടുമായിരുന്നു. പക്ഷെ അത് തൊട്ട് മുമ്പിലത്തതുമായി നിങ്ങൾക്ക് മേ ബി കൺഫ്യൂഷൻ ഉണ്ടാകാം. ഞാൻ കണ്ടുപിടിച്ച സിയിൽ 4 പേരുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ 3 പേരെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ തൊട്ട് മുമ്പിൽ കണ്ടുപിടിച്ചത് തെറ്റായിരിക്കാം എന്ന് മനസ്സിൽ വരാം. പക്ഷെ അത് മക്കള് നോക്കരുത്, നമ്മൾ എഴുതിയത് തന്നെ ശരി. സിയിൽ ശരിക്കും 4 പേരുണ്ട്. പക്ഷെ അവര് പറഞ്ഞു സിയിൽ 3 പേര് ഉള്ളെങ്കിൽ എത്ര കിട്ടുമെന്ന ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സബ്സെറ്റ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്? ഇതിനുള്ള മറുപടി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഈ സി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടാന്ന് ചോദിച്ചാല് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്ററിലെ ലോജിക്കുകൾ നമ്മുടെ സെറ്റുമായി കമ്പൈൻ ചെയ്തു എന്ന് വെച്ചാൽ 3 ചാപ്റ്ററിന്റെ ലോജിക്ക. ഞാനിപ്പോ NP2 എന്നൊക്കെ പറഞ്ഞ NP3 CP NC3 എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഈ 3ാമത്തെ പാർട്ട് ഞാനിപ്പോ ചെയ്യിപ്പിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത്തവണ 4 മാർക്കിന് വേർഡ് പ്രോബ്ലം വന്നു. ക്വസ്റ്റ്യൻ വായിച്ചോ. ഇൻ എ സ്കൂൾ മക്കളെ വായിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയണ ശ്രദ്ധിക്കും കേട്ടോ. 400 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ N of S എന്ന് പറയുന്നത് ഞാൻ ഷോർട്ട് ആക്കി എഴുതുന്നുള്ളൂ. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് N of S എന്ന് തന്നെ എഴുതണം കേട്ടോ. 400 കുട്ടികളുണ്ട്. 100 പേര് എന്ത് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്. അപ്പൊ 100 പേർക്ക് ആപ്പിൾ ജ്യൂസ്. അപ്പൊ N of A is equal to 100. 50 പേർക്ക് ഓറഞ്ച് ജ്യൂസ്. അപ്പൊ N of O is equal to എന്ത് 150. 75 were listed to taking both. അപ്പൊ N of both വന്ന സ്ഥിതിക്ക് എന്താ? N of A union O is equal to 75. Question, how many students taking apple juice or orange juice? അവരുടെ ചോദ്യം ഓർ വന്നാൽ എന്താ? യൂണിയനാ. മൊത്തം 400 പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് 400 പേരും എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മേ ബി കുടിക്കാം, കുടിക്കാത്തവരുണ്ടാവും. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ജ്യൂസ് കുടിക്കാത്തവരുണ്ട്. എന്തോ ഇന്റർസെക്ഷൻ ഏത് വന്നാലും മോനെ? ബോത്ത് ബോത്ത് വന്നാൽ മാത്രമല്ല ആൻഡ് വന്നാലും ഇന്റർസെക്ഷൻ എടുക്കണം. ടീച്ചർ യൂണിയൻ എടുത്തിരിക്കുന്നു. അയ്യോ സോറി. ഞാൻ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേ ഞാനത് കാണത്തുള്ളായിരുന്നു. ഞാൻ ബോത്ത് വന്നപ്പോ അവിടെ ഇന്റർസെക്ഷൻ ആയിരുന്നു കേട്ടോ. ബോത്തില് ഇന്റർസെക്ഷൻ, ബോത്ത് ആൻഡ് ഇന്റർസെക്ഷൻ. ഓർ എന്ന വാക്ക് വന്നാൽ യൂണിയൻ. അപ്പം എന്താണ് അവരുടെ ചോദ്യം? എന്താണ്? ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ? ആപ്പിൾ ജ്യൂസ് ഓർ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന എത്ര പേര്? അപ്പൊ ചിലപ്പോ നമ്മുടെ മനസ്സിൽ വരും ഇതല്ലേ യൂണിയൻ, ഈ 400 അല്ലേ ഉത്തരവ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും. അപ്പോഴാണ് മനസ്സിൽ ഓർത്തോണം മുഴുവൻ പേരും ജ്യൂസ് കുടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനിയിപ്പോ അവരെടുത്ത് പറയാൻ അറ്റ്ലീസ്റ്റ് 1 ജ്യൂസ് എല്ലാരും കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് യൂണിയൻ. അവര് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഇക്വേഷനിലോട്ട് പോവാം. യൂണിയൻ ഇക്വേഷൻ എന്താ? ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് കൂട്ടുക, N of A plus N of O മൈനസ് കോമൺ കളയുക, N of A ഇന്റർസെക്ഷൻ B. എത്ര കിട്ടും? 100 plus 150 മൈനസ് 75. 175 എന്ന് കിട്ടും. അപ്പം ആദ്യത്തെ പാർട്ടായി എന്തുവാ? ഹൗ മെനി ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ് ഓർ ഓറഞ്ച് ജ്യൂസ്? ഹൗ മെനി ടേക്ക്
കണ്ടോ, ഓരോന്നിനും ഓരോ കൊലസ്റ്റാണ് കയറി വരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? വെൻ ഡയഗ്രം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചോണം. കണ്ടോ, പിന്നെയും സപ്പാർട്ട് യൂണിയൻ വരെയൊക്കെ ഉള്ളെങ്കിൽ ഇത് മതി. ഈ ഈക്വേഷൻ ആണ് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ യൂണിയൻ കഴിഞ്ഞിട്ട് പിന്നെയും കേറി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വെൻ ഡയഗ്രം ആണ് നല്ലതെന്ന് പറയും. വെൻ ഡയഗ്രം വരയ്ക്കുക. വെൻ ഡയഗ്രം വരച്ചിടുമ്പോ മൊത്തം 400 പേരുണ്ട്. വെൻ ഡയഗ്രം ഇല്ലാതെ ചെയ്യാൻ പഠിക്കുമ്പോ അപ്പൊ ഇക്വേഷൻസിന്റെ എണ്ണം കൂടെ 75 പേര് കോമൺ ആണ്. നമ്മൾ പറഞ്ഞു ഇന്റർസെക്ഷനിൽ നിന്നുമാണ് എപ്പോഴും തുടങ്ങാനെന്ന്. 75 പേര് കോമൺ ആണ്. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത്, ഇത് ആപ്പിളിന് വേണ്ടിയിട്ടും ഇത് ഓറഞ്ചിന് വേണ്ടിയിട്ടും. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്ന 100 പേരുണ്ട്. അപ്പൊ ആപ്പിളിന്റെ സർക്കിൾ എടുത്തപ്പോ ഓൾറെഡി 75 ഉണ്ട് അവിടെ. അപ്പൊ ഒരു 25 കൂടി ഇട്ട് കൊടുത്തു. ഇപ്പൊ 100 ആയി. ഓറഞ്ച് എടുത്തപ്പം 75 ഉണ്ട് അവിടെ. അപ്പൊ എന്തിട്ടു? ഒരു 75 കൂടി ഇട്ടപ്പോ 150 ആയി. അപ്പൊ ആദ്യത്തെ പാർട്ടിലായിരുന്നു ഓർ ആപ്പിൾ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കുടിക്കുന്നവരുടെ എണ്ണം ആഡ് ചെയ്തു. 75 കൂടെ 150, 75 കൂടെ 175. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ കിട്ടി 175. സെക്കൻഡ് പാർട്ട് വന്ന് നോക്കിക്കേ. മറ്റേതൊക്കെ കുറച്ചുകൂടി ഈസി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഹൗ മെനി ടേക്ക് ആപ്പിൾ ജ്യൂസ് എലോൺ? ആപ്പിൾ ജ്യൂസ് മാത്രം കുടിച്ചവരുടെ എണ്ണം എത്ര? ആപ്പിൾ ജ്യൂസ് മാത്രം നോക്ക്. ആപ്പിൾ ജ്യൂസ് 75 പേര് രണ്ടും കുടിച്ചു. 25 പേര് ആപ്പിൾ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. മക്കൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്. NO(A-O). ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഇല്ല. ഇസ് ഈക്വൽ ടു NO(A) മൈനസ് NO(A) ഇന്റർസെക്ഷൻ O. ഈ ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വെൻ ഡയഗ്രം പഠിക്കുന്നതാണ്. നമുക്ക് മാക്സിമം ഇക്വേഷൻസ് ഒഴിവാക്കിയാൽ ആ ട്രിഗ്നോമെട്രിയിലെ ഇക്വേഷൻ എല്ലാം തലയിൽ കയറ്റാൻ സ്പേസ് കിട്ടും. രണ്ടാമത്തെ നോക്ക്. ഹൗ മെനി വേർ ടേക്കിംഗ് നെയ്തർ ആപ്പിൾ ജ്യൂസ് നോർ ഓറഞ്ച് ജ്യൂസ്? അപ്പൊ ഒന്നും കുടിക്കാത്തവരുടെ എണ്ണം ടോട്ടൽ 400 പേരുണ്ടായിരുന്നു. അതിൽ 175 പേര് എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നുകിൽ ആപ്പിൾ കുടിക്കാം, ഇല്ല ഓറഞ്ച് കുടിക്കാം, ഇല്ല രണ്ടും കുടിക്കാം. അപ്പൊ കുടിക്കാത്തവരെ കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ പോലെ 225 എന്ന് കിട്ടും. മക്കളെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഈ സി പാർട്ടിന് വേണമെങ്കിൽ ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം. നെയ്തർ നോർ വന്നാൽ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. NO(U) മൈനസ് NO(A) യൂണിയൻ B ആണ്. ഇവിടെ ഓറഞ്ച് ആയതുകൊണ്ട് A യൂണിയൻ കേട്ടോ. നെയ്തർ നോർ വന്നാലുള്ള ഇക്വേഷൻ ഇതാണ്. ഇത്രയും ഒക്കെ പഠിക്കുന്നതിനേക്കാളും കുറെ നല്ലത് വെൻ ഡയഗ്രം പഠിക്കുന്നതാണ്. കാര്യം നമുക്ക് ഓൾറെഡി നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വെൻ ഡയഗ്രത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ പിന്നെ ഈ രണ്ട് ഇക്വേഷനും ഇതുപോലത്തെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഇവരെ എല്ലാരും കൊണ്ടിരുന്ന് കാണാൻ പഠിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള സാധനം വെൻ ഡയഗ്രത്തിന്റെ ലോജിക് ക്ലിയർ ആക്കി വെക്കാം. മക്കളെ ആർക്കെങ്കിലും സെറ്റ് ചാപ്റ്ററിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചേക്ക്. സാറ് എനിക്കത് അയച്ചു തരും. ഞാൻ അതിന് റിപ്ലൈ തന്നോളാം കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ഒരു വേർഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ വേർഡ് പ്രോബ്ലം ടെക്സ്റ്റിൽ തന്നെയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മള് ടെക്സ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു റോസ്റ്റർ ഫോം തന്നിട്ട് ഇങ്ങനെയാണ് തരുന്നത്. x<-5 ആൻഡ് x>-7. ഇത് രണ്ടും അനുസരിക്കുന്ന ഒരു സെറ്റ്. അത് നൾ സെറ്റ് ആയിരുന്നു. ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് തന്നിട്ട് അതിന് എത്ര സബ്സെറ്റ് ഉണ്ടെന്നുള്ള ഓപ്ഷൻ അതും ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നു. ഓപ്ഷൻ അപ്പൊ അടുത്ത ചാപ്റ്റർ തുടങ്ങുക. സെറ്റുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ സെറ്റുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. മക്കളെ ഹെഡിങ് എഴുതിക്കോ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. റിലേഷൻ ആൻഡ് ഫങ്ഷൻ. റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോ അടുത്ത കൊല്ലത്തെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ അത് തന്നെ കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ പഠിച്ചെടുക്കണം. ആദ്യത്തെ ഹെഡിങ് കൊടുക്കുക, സബ് ഹെഡിങ് കൊടുക്കുക കാർട്ടീഷ്യൻ. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. +1 ചുരുക്കം ചാപ്റ്ററേ ഉള്ളൂ.
ബുദ്ധിമുട്ട്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ആർക്കു വേണമെങ്കിലും ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ലേശം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഞാൻ 2 സെറ്റ് തരിക. നമുക്ക് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. അല്ലാതെ ലോജിക്ക് പറഞ്ഞ് തീർത്തിട്ട് പിന്നെ നിങ്ങളെ പഠിപ്പിച്ച് അങ്ങനെ വരുന്നതിനേക്കാൾ ഇത് നല്ലത് പഠിക്കുന്നിടത്ത് വെച്ച് നമുക്ക് ലോജിക്ക് പഠിക്കാം. എ എന്ന് പറയുന്ന സെറ്റാണ് 1, 2, 3. ബി എന്ന് പറയുന്ന സെറ്റാണ് AB. ഇത് വേണമെങ്കിൽ റോസ്റ്റർ ഫോമിൽ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇതിന്റെ എ എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ടോ സെറ്റ് പിള്ളേർക്ക് തന്നിട്ട് പറയാം റോസ്റ്റർ എഴുതുക. നമ്മൾ അങ്ങനെയൊക്കെ എഴുതാം. നമുക്ക് സെറ്റ് പഠിച്ചതാ. അപ്പൊ ഇവിടെ പറഞ്ഞു A = 1, 2, 3 എന്ന് പറയുന്ന സെറ്റും B = AB എന്ന് പറയുന്ന സെറ്റും ആണെങ്കിൽ ചോദ്യം A ക്രോസ് B കണ്ടുപിടിക്കുക. ഇതിനെ വായിക്കുന്നത് എങ്ങനെയാ? A ക്രോസ് B, അല്ലാതെ A × B എന്നല്ല. A ക്രോസ് B. A ക്രോസ് B എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡേഡ് പെയറുകളോ ട്രിപ്ലറ്റുകളോ എന്ന് വെച്ചാൽ 2 പേരോ 2-ൽ കൂടുതൽ പേരോ ചേർന്നുണ്ടാകുന്നത്. മക്കള് എഴുതുമ്പോ മനസ്സിലാകും. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞാൽ സെറ്റ് പോലെ തന്നെ ബ്രാക്കറ്റ് കിട്ടും. എന്നിട്ട് ഫസ്റ്റ് ഇവിടെ ആരെയാണോ പറഞ്ഞത് അവനെ പോയി നോക്കുക. ആരെയാ പറഞ്ഞത്? എ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എ തന്നെ പോയി നോക്കി. എയിൽ 1ാമത്തെ ആളെ എടുക്കുന്നു, ഇവരുമായി പെയർ ചെയ്യുന്നു. എയിൽ 1ാമത്തെ ആള് 1 ആണ്. 1നെ ഇവിടെ ആരാ പറഞ്ഞത്? ബി. ബിയിലെ ആളുകളുമായി പെയർ ചെയ്യുക. 1നെ അപ്പൊ എയുമായി പെയർ ചെയ്യണം, 1നെ ബിയുമായി പെയർ ചെയ്യണം. ഇനി 1നെ അടുത്ത പെയർ ചെയ്യാൻ ഇവിടെ ആരുമില്ല. 1നെ ഇവിടേക്ക് 2നെ പിടി. 2നെ എയുമായി പെയർ ചെയ്തു. ഇതേ പരിപാടി റിപ്പീറ്റഡ്. 2നെ ബിയുമായി പെയർ ചെയ്തു. ഇനി 2നെ ആരുമായിട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ആരെ പിടിക്കാം? 3യെ പിടിക്കണം. 3A 3B. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഫസ്റ്റ് എ പറഞ്ഞാൽ എ തന്നെ എടുക്കണം. ഫസ്റ്റ് എ പറഞ്ഞാൽ ഓഡേഡ് പെയറിലും, ഇതിനെ ഓഡേഡ് പെയർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കോർഡിനേറ്റ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓഡേഡ് പെയറിലും ഫസ്റ്റ് എയിലെ ആള് വരണം. രണ്ടാമത് ബി വന്നാൽ ഓഡേഡ് പെയറിലും രണ്ടാമത് ബിയിലെ ആള് വരണം. അങ്ങനെയാണ് പറയുന്നത്. അതാണ് കണ്ടീഷൻ. അടുത്ത നോക്കും മക്കളെ, ബി ക്രോസ് എ കൂടെ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ബിയെ പിടിക്കണം, എന്നിട്ട് എയുമായി പെയർ ചെയ്യണം. ആദ്യം ബിയെ പിടിക്കണം, then എയുമായി പെയർ ചെയ്യണം. ബിയെ പിടി. ബി ആരാ? എ. ഇവരെ എല്ലാവരുമായിട്ട് പെയർ ചെയ്തോ. A1 A2 A3. അങ്ങനെ ബിയെ പിടിച്ചു, എയിലുള്ളവരുമായി പെയർ ചെയ്തു. ബിയിലെ നെക്സ്റ്റ് എലമെന്റിനെ പിടിക്കുക. B1 B2 B3. ഇനി പെയറിംഗ് ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ലക്ഷ്മി മനസ്സിലായോ? അപ്പൊ നമ്മളെ സെറ്റ് പഠിച്ചൊരു സാധനമുണ്ട്. A യൂണിയൻ B = B യൂണിയൻ A. A ഇന്റർസെക്ഷൻ B = B ഇന്റർസെക്ഷൻ A. എന്ന് വെച്ചാൽ ഫോർവേഡ് വായിക്കുന്നതും റിവേഴ്സ് വായിക്കുന്നതും സെയിം ആയാൽ അവനെ വിളിക്കുന്ന പേരായിരുന്നു കമ്മ്യൂട്ടേറ്റീവ് എന്ന്. നമുക്ക് A ക്രോസ് ബിയും B ക്രോസ് എയും സെയിം ആണോ നോക്കാം. ഇത് രണ്ടും 2 സെറ്റ് ആണല്ലേ. സെറ്റുകൾ ഈക്വൽ ആകുന്ന എപ്പോഴാ? സെറ്റിലുള്ള എല്ലാവരും ഈക്വൽ ആണെങ്കിൽ മാത്രമേ സെറ്റുകൾ ഈക്വൽ ആവുന്നുള്ളൂ. നമ്പർ ഓഫ് എലമെന്റും എലമെന്റുകളും ഈക്വൽ ആവണം. നോക്ക്, A ക്രോസ് ബിയിൽ ആരുണ്ട്? 1, A ഉണ്ട്. B ക്രോസ് എയിൽ 1, A ഉണ്ടോ? ഇല്ല. A, 1 ഉണ്ട്. എനിക്ക് വേണ്ടത് ആരെയാ? 1, A ഉണ്ട്. ഇയാള് തന്നെ മിസ്മാച്ച് ആയി. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം A ക്രോസ് B നോട്ട് ഈക്വൽ ടു B ക്രോസ് A. മാത്തമാറ്റിക്കലി പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഒരെണ്ണം കൂടെ എഴുതി കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും.
നിങ്ങളെ P is equal to set ABC. Q is equal to set 1 3. P cross Q എഴുതാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന കാര്യം ആദ്യം P യെ പിടിക്കും, P യിൽ ഒരാളെ പിടിച്ച് Qയുമായി പെയർ ചെയ്യും, then P യിൽ അടുത്ത ആളെ പിടിച്ച് Qയുമായി പെയർ ചെയ്യും. അങ്ങനെയാണ്. P ആണ് ആദ്യം വരുന്നതെങ്കിൽ ഓടെ പെയറിലും ആദ്യം P വരണം. P ആണ് ആദ്യം വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് P ആയിരിക്കണം. P ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് P യിൽ ആളെ പിടിക്കാം. A ഇവിടെയുള്ള എല്ലാവരുമായി പെയർ ചെയ്യുന്നു. A1 A3. ഇനി A പെയർ ചെയ്യാൻ പറ്റില്ല, അടുത്ത ആളെ പിടിക്കുന്നു. B1 B3. അടുത്ത ആളെ പിടിക്കുന്നു. C1 C3. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ ബ്രാക്കറ്റ് ഇവരുടെ ഇടയിൽ കോമാസ് ഇട്ട് കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ ഈ പിയിലെ എലമെന്റുകളാണ് എ ബി സി എങ്കിൽ പി ക്രോസ് ക്യൂയിലെ എലമെന്റുകളാണ് A1 A3 A4. ഇതാണ് ഇവിടുത്തെ എലമെന്റ്, അല്ലാതെ എ അല്ല എലമെന്റ്. A1 A,1 ആണ് എലമെന്റ്, A,3 ആണ് എലമെന്റ്. അപ്പൊ ശ്രദ്ധിച്ചേ മക്കളെ, പിയില് n of p is equal to 3 വന്നു, n of q is equal to 2 വന്നു അല്ലേ. നമ്പർ ഓഫ് എലമെന്റ് ഇൻ p എത്ര? 3. ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 2. n of p cross q എത്ര വന്നു? 3 into 2 ആയ 6 ആവുന്നത്. തൊട്ട് മുകളിൽ നോക്ക്, 3 2 3 into 2 6 പേര് ഉത്തരം വന്നത്. ഒരു ബ്രാക്കറ്റ് 2 3 4 5 6 ബ്രാക്കറ്റ്. അപ്പൊ ജനറലി നമ്മൾ ഒരു ഫോർമുലയിലേക്ക് എത്തുന്നു. n of a is equal to small n, n of b is equal to small m ആണെങ്കിൽ n of a cross b is equal to എന്താണ്? nm ആയിരിക്കും. മക്കളെ ഞാനിത് p ആക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഈ n ഈ n കൂടെ വെട്ടിക്കളഞ്ഞൂടെ എന്ന് ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും മനസ്സിൽ ഡൗട്ട് വരും. അതുകൊണ്ട് p എന്ന് എഴുതുക. n of a, aയിൽ p എലമെന്റുകളും ബിയിൽ m എലമെന്റുകളും ഉണ്ടെങ്കിൽ p ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. എത്ര കുഞ്ഞുങ്ങളെ ആർക്കേലും ഡൗട്ട് ഉണ്ടെ ചോദിച്ചേ. നമുക്ക് ശരിക്കും ഒരു മാർക്ക് പോലും കളയരുതാത്ത പാർട്ടാ പറയുന്നത്. ഡൗട്ട് ഇല്ലെങ്കിൽ എഴുതിയെടുത്തോ. എഴുതേണ്ട ഓർഡർ പറഞ്ഞുതരാം. ആദ്യം എ എഴുതുക, then ബി എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് ഇടുക. എ എഴുതുക, ബി എഴുതുക, തന്നെത്താനെ എഴുതാൻ നോക്കുക. എ ക്രോസ് ബി എഴുതുക, then ബി ക്രോസ് എ എഴുതുക. എന്നിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്നിട്ട് എഴുതുക. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, ബോക്സ് കയറ്റണം. ആറാമതായിട്ട് ഈ സ്റ്റെപ്പ് എഴുതണം. n of a is equal to p, n of b is equal to m ആണെങ്കിൽ then n of a cross b is equal to pm. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എഴുതുക. എഴുതിക്കോ. അപ്പൊ നമ്മള് ഇതിന്റെ റിലേറ്റഡ് സാധനങ്ങളാണ് വരുന്നത്. ഇപ്പൊ p ക്രോസ് q എഴുതാൻ കിട്ടിയല്ലേ. അടുത്ത ഞാൻ മക്കളോട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. p ക്രോസ് p എഴുതുക, p ക്രോസ് p എഴുതുക. അതിന്റെ മീനിങ് എന്താ? ആദ്യത്തെ എലമെന്റ് p യിലാണ്, രണ്ടാമത്തെ എലമെന്റ് p യിലാണ്. മക്കൾ ഇത് ഇങ്ങോട്ട് എവിടെയെങ്കിലും സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. p is equal to abc ആണ്, p is equal to abc ആണ്. അവരുടെ ആവശ്യം p ക്രോസ് p ആണ്. അപ്പൊ ആദ്യം ഈ p യിൽ ഒരാളെ എടുക്കുക, എന്നിട്ട് ഈ p യിലുള്ള എല്ലാവരുമായിട്ട് പെയർ ചെയ്യുക. then ഈ p യിൽ അടുത്ത ആളെ എടുക്കുക, പെയർ ചെയ്യുക, അടുത്ത ആളെ എടുക്കുക, പെയർ ചെയ്യുക. p യിൽ 3 പേരുണ്ട്, മറ്റേ p യിൽ 3 പേര് തന്നെയാണ്. 3 into 3 9 ആളുകൾ ഉണ്ടാകും. കണ്ടുപിടിച്ചേ. ആ p ക്രോസ് p തന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. പറഞ്ഞോ. p ക്രോസ് p യിൽ ആരൊക്കെയുണ്ട്? നീ കോമ പറയണ്ട, നീ ചേർത്ത് പറഞ്ഞോ. ഞാൻ കോമ ഇട്ടോളാം, എനിക്ക് മനസ്സിലാകും. എ എഴുതി, AB AC BA BB
BC BC CA CA CB CB CC. വെരി ഗുഡ്. മക്കളെ ഇത് വേണം കിട്ടാൻ. ഓരോ ബ്രാക്കറ്റിന്റെ ഇടയിൽ കോമ ഇട്ടേക്കണം കേട്ടോ. കിട്ടാത്തവർ എഴുതി എടുത്തു കഴിഞ്ഞ് ഒരു കാര്യം കൂടി എഴുതി വെക്കണം. അത് നമുക്ക് ബോക്സിലേക്കുള്ള സാധനമാണ്. If n of p is equal to m, then n of p cross p is equal to m square. അല്ലേ? p cross p എന്ന് പറയുമ്പോൾ എന്താ? n of p into n of p ആണ്. അങ്ങനെ എഴുതി തരാം. n of p cross p എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം n of a cross b എന്ന് പറഞ്ഞാൽ n of a cross n of a into n of b ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ n of p into n of p ആണെന്ന് എഴുതാം. n of p m എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ m into m എന്ന് വരും, m square എന്ന് വരും. ഇത് ബോക്സിൽ കയറ്റിയിടണം കേട്ടോ. സെറ്റ് റിലേഷൻ നമ്മൾ മാക്സിമം 4-5 ദിവസത്തിൽ തീർക്കുന്നത് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് നമുക്ക് 1.5 മാസം ഇരിക്കാനുള്ളതാ. അതുകൊണ്ടാ കേട്ടോ. മക്കളെ ടെക്സ്റ്റ് ബുക്ക് ഉള്ള ഒരു 2.1 എക്സസൈസ് എടുത്ത് വെച്ചേ. 2.1 എക്സസൈസ് 2.1. എക്സസൈസ് 2.1. എനിക്കിവിടെ ക്വസ്റ്റ്യൻ വരണില്ല. 2.1 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പത്തേന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കയറ്റി തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. If x/3 ഓഡഡ് പെയർ ബ്രാക്കറ്റിനകത്ത് x/3 x/3 plus 1 കോമ y minus 2/3 is equal to 5/3 1/3 ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവര് ചോദിച്ചു then find the value of x and y. ഇത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനാ. എന്താ ക്വസ്റ്റ്യൻ ലോജിക്ക് എന്താ? രണ്ട് ഓഡഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ മീനിങ് കറസ്പോണ്ടിങ് ആളുകളും ഈക്വൽ. എന്ന് വെച്ചാൽ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ ടേം ഈസ് ഈക്വൽ ടു ഈ സൈഡിലെ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ ടേം. ഈ സൈഡ് ബ്രാക്കറ്റിൽ ഒന്നാമത് ആര് കിടക്കുന്നു? x/3 plus 1. ഇപ്പുറത്തെ ബ്രാക്കറ്റിൽ ആര് കിടക്കുന്നു? 5/3. ഇവര് രണ്ടുപേരും ഈക്വൽ ആണ്. ഇത് ഞാൻ ചെയ്തുതരും. y നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം. ഇതെന്ത് ചെയ്യണം? ഈ +1 വേണമെങ്കിൽ ഇപ്പുറേ കൊണ്ടുവരാം അല്ലെ? അപ്പൊ -1 ആകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. x/3 is equal to 5/3 minus 1. അഥവാ x/3 is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മക്കൾക്ക് അറിയാലോ. ഡിനോമിനേറ്റർ ഇല്ലാത്ത സ്ഥിതിക്ക് 1 ഇട്ട് കൊടുത്തു. 5 into 1 5 minus 3 into 1 3 whole divided by ഇത് 3 into 1 3. എന്ത് കിട്ടും? x/3 is equal to 2/3 എന്ന് കിട്ടും. ഈ ക്യാൻസലിംഗ് അറിയാവുന്നവർക്ക് ഇങ്ങനെ വെട്ടാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് വെട്ടിക്കളയാമെന്ന ലോജിക്ക് വെച്ച് x is equal to 2 എഴുതാം. അതറിയാത്ത മക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? x is equal to 2/3 ഡിവൈഡ് ചെയ്ത 3 ഇപ്പറേ വരുമ്പോൾ into 3 ആകും. by 3 into 3 ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ x is equal to 2 എന്ന് കിട്ടി. മക്കളെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോജിക്ക് രണ്ട് ഓഡഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ മീനിങ് ആദ്യത്തെ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ എലമെന്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ആദ്യത്തെ എലമെന്റ്. ആ ലോജിക്ക് വെച്ച് നമ്മൾ എഴുതി x/3 plus 1 is equal to 5/3. പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് x കണ്ടുപിടിക്കുമായിരുന്നു. പ്രണവ് ഉണ്ടോ കുഞ്ഞിന്ന്? പ്രണവ് മനസ്സിലായോടാ കുഞ്ഞെ? മനസ്സിലായി. ആദിത്യ മനസ്സിലായോ മോനെ? ആദിത്യോ സോറി ആദിത്യ അല്ല ആദിനാഥ്. മനസ്സിലായി. ഓക്കെ മോനെ ആദ്യത്തെ മനസ്സിലായിരുന്നോടാ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാൻ? മനസ്സിലായി. ഓക്കെ ഇത് ചെയ്തോ.
ഇത് ചെയ്ത് കഴിഞ്ഞ് y is equal to കണ്ടുപിടിക്ക്. x is equal to 2 വരെ എഴുതി വെച്ചവര് അടുത്ത y is equal to കണ്ടുപിടിച്ച് പറ. y is equal to കണ്ടുപിടിച്ച് കഴിഞ്ഞവര് ടെക്സ്റ്റ് ബുക്കിൽ 33 33 അല്ല 32 കിടപ്പുണ്ട്. സെയിം മെത്തേഡില് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓർഡർ പേരുകൾ മക്കളെ ആർക്കെങ്കിലും കിട്ടിയോടാ y? ശ്രീലക്ഷ്മി കിട്ടിയില്ല. തീർക്ക കിട്ടിയോ മോനെ? y എത്ര കിട്ടിയേ? മിസ് ആ പറ മോനെ. മിസ് അപ്പോ നെറ്റ് കട്ടായി പോയിണ്ടായിരുന്നു മിസ്. നന്ദന മോനെ കിട്ടിയോടാ y? ടീച്ചറെ ഒന്നാണോ? ഒന്നാണ്. നോക്കിക്കോ, കിട്ടാത്തവരൊക്കെ നോക്കിക്കേ. എന്താ ഓഡേഡ് പെയറിന്റെ ലോജിക്ക് നമ്മൾ പറഞ്ഞു. രണ്ട് ഓഡേഡ് പെയർ ഈക്വൽ എങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫസ്റ്റും സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫസ്റ്റും ഈക്വൽ ആണ്. സിമിലർലി രണ്ടാമത്തെ എലമെന്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ എലമെന്റുകൾ ആരൊക്കെയാ? y മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 1/3. മൈനസ് 2/3 അപ്പുറം പോകുമ്പോൾ പ്ലസ് 2/3 ആകും. y ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 2/3. y ഈസ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ ആയ സ്ഥിതിക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 1 + 2 ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ എത്ര കിട്ടും? 3/3 എന്ന് കിട്ടും. എത്ര കിട്ടും? 1 എന്ന് കിട്ടും. മക്കളെ എഴുതി കഴിഞ്ഞോടാ? ആരെങ്കിലും എഴുതി കഴിയാനുണ്ടെങ്കിൽ പറയണേ. ഓക്കെ. ഇതേണ്ടേ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഫോട്ടോ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ PDF നോക്ക് കേട്ടോ. നോക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇഫ് ദ സെറ്റ് ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവര് പേജ് നമ്പർ 33 എക്സസൈസ് നമ്പർ 2.1. മക്കളെ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഇല്ലേ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി തന്നെ കുറെ സമയം പോകും. അതാണ് എന്താ പറഞ്ഞത്? ഇഫ് ദ സെറ്റ് എ ഹാസ് 3 എലമെന്റ്. എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട്. സെറ്റ് ബി ഹാസ് ഇത്ര എലമെന്റ് എന്നൊന്നും തന്നില്ല, പകരം സെറ്റ് ബി തന്നു. അപ്പൊ നമുക്ക് ഇത്രയും എഴുതി വെച്ചുകൂടായിരുന്നു. n ഓഫ് എ ഈസ് ഈക്വൽ ടു 3 എന്ന് അവര് തന്നു. n ഓഫ് ബി ഈസ് ഈക്വൽ ടു എത്ര പേരുണ്ട്? ബിയില് 3 പേരുണ്ട്. അവരുടെ ചോദ്യം ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ ക്രോസ് ബി. n ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എത്ര വരും? n ഓഫ് എ n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി വരും. 3 × 3 9 എന്ന് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എഴുതിയെടുക്ക്. കേട്ടോ, അടുത്ത ചെയ്യാം നമുക്ക്. ഒക്കെ കുഞ്ഞു സാധനങ്ങളാണ്. അടുത്ത നോക്ക്. അടുത്ത എന്താ പറഞ്ഞേ? ജി ഈസ് ഈക്വൽ ടു തന്നു, എച്ച് ഈസ് ഈക്വൽ ടു തന്നു. ഫൈൻഡ് ജി ക്രോസ് എച്ച്, എച്ച് ക്രോസ് ജി. തന്നെത്താനെ അങ്ങോട്ട് ചെയ്ത എല്ലാരും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ജിയിൽ 2 പേരുണ്ട്, എച്ചിന് 3 പേരുണ്ട്. അപ്പൊ 2 × 3 6. 6 പേരുകൾ കിട്ടണം നിങ്ങൾ. എഴുതി കഴിയണവർ പറയണം കേട്ടോ. എഴുതി കഴിഞ്ഞു. പറഞ്ഞേ. ജി ക്രോസ് എച്ച് പറ. മക്കളെ സ്ലോ ആയിട്ടുള്ളവര് പറയണം കേട്ടോ. ഇച്ചിരി സ്ലോ ആക്കണോന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ ആക്കും. ആരും പറയാത്ത കൊണ്ടാണ് ഞാൻ വലിയ സ്പീഡിലല്ല എന്നാലും അങ്ങ് പോണത് കേട്ടോ. പറഞ്ഞേ. 7 7 5 7 5 7 4 7 4 7 2 7 2 8 5 8 5 8 4 8 4 8 2 8 2. എന്തുവാടാ? അടുത്ത പറയട്ടെ ടീച്ചർ. 2 4 6. അടുത്തത് പറ. അടുത്തത് വേറെ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഓക്കെ ടീച്ചർ. വേറെ ആരേലും സ്വന്തമായിട്ട് പറ. ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറ. ടീച്ചർ പറയട്ടെ? പറ മോനെ. 5 7 5 7 5 8
5 8 4 7 4 7 4 8 4 8 2 7 2 7 2 8. 2 7. വെരി ഗുഡ്. മക്കളെ നിർബന്ധമില്ല ഇതേ ഓർഡറിൽ തന്നെ എഴുതണമെന്ന്. ഇപ്പൊ ഒരാള് 7 5 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 8 5 ആണ് എഴുതുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവരെല്ലാവരും കാണണം, അത്രേ ഉള്ളൂ. നമ്മള് സെറ്റ് പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെന്റുകളും സെയിം ആണെങ്കിൽ അത് ഈക്വൽ സെറ്റ് ആയിക്കോളും. ഇതേ ആളുകൾ ഓർഡേഡ് പെയറിൽ ഇതേ ഓർഡറിൽ കാണണം എവിടെങ്കിലും ഒക്കെ. അല്ലാതെ ഞാൻ മിസ് ഒന്നാമത് എഴുതി ഓർഡേഡ് പെയർ എനിക്ക് 5ാമതാവുന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും അതിലൊന്നും ഒരു കുഴപ്പമില്ല. മക്കളുടെ ഇഷ്ടമാണ് എങ്ങനെ എഴുതണമെന്ന്. ഓർഡറിൽ എഴുതിപ്പോയാൽ, ഞാൻ മറ്റേ സബ്സെറ്റ് എഴുതിയപ്പോ പറയുന്ന കാര്യം തന്നെ ഇപ്പോഴും പറയത്തുള്ളൂ. ഓർഡറിൽ എഴുതിപ്പോയാൽ തെറ്റ് ചെയ്യല. ഓർഡറിൽ എഴുതിപ്പോയാൽ ഒരെണ്ണം പോലും മിസ് ആവുകയില്ല, കംപ്ലീറ്റ് സാധനം കിട്ടും. എല്ലാരും എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ റബ്ബ് ചെയ്യണേന് മുന്നേ പറയണം. മറ്റേ ബോർഡാണെങ്കിൽ എനിക്ക് തിരിച്ചു കൊണ്ടുതരാം. ഇത് ബോർഡിലല്ല കേട്ടോ, ഞാൻ ഈ ബുക്കിൽ തന്നെ എഴുതി കാണിക്കുക. അതുകൊണ്ടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്, റീറൈറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. P is equal to തന്നു, Q is equal to തന്നു, then P cross Q ഇതാണെന്നാ പറഞ്ഞത്. ശരിയാണോ? അതെ മിസ്. ശരിയല്ല. Pയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. Qയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പൊ P ക്രോസ് Qയിൽ എത്ര പേരുണ്ട്? 2 × 2 4 ആളുകൾ വേണം. മോൻ എന്തുകൊണ്ടാ അത് ശരിയെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, നീ നോക്കിയപ്പോൾ 4 ലെറ്റേഴ്സ് ഇവിടെ നീ കണ്ടു. 4 ലെറ്റേഴ്സ് വേണമെന്നല്ല, 4 ഓർഡേഡ് പെയറുകൾ വേണം. ഇപ്പൊ പറഞ്ഞാൽ തന്നെ മ്യൂട്ട് മാറ്റുവാനേ. പറഞ്ഞേടാ, കറക്റ്റ് പറഞ്ഞേ. P ക്രോസ് Qയിൽ ആരൊക്കെയുണ്ട്? 2 MN. MM ഉണ്ട്. ഇത് പറയാതെ നീ ക്വസ്റ്റ്യൻ ഇതിനുള്ള മറുപടി പറ. ഈ പിയും ഈ ക്യൂവും നോക്കിക്കൊണ്ട് പറ. M M N N M N ഉണ്ട്. N M. അപ്പൊ ഈ എമ്മിനെ തൊട്ടടുത്ത് എമ്മുമായിട്ട് പേർ ചെയ്യുന്നില്ലയോ? ഒരാളെ പിടിക്കുക, അവനുമായിട്ട് എല്ലാരെയും പേർ ചെയ്ത് പറ. എമ്മിനെ പിടിച്ചു, എമ്മും എന്നും കൂടെ പേർ ചെയ്തു. അത് ഓൾറെഡി അവരും ക്വസ്റ്റ്യനിൽ തന്നായിരുന്നു. അടുത്തതാരാ? എമ്മിനെയും തൊട്ടടുത്ത ആളെയും കൂടെ പേർ ചെയ്യ്. ആരാ? N M M. അത് ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നു. അടുത്തത് പറ. എന്നിനെ പിടി, എന്നിനെ പേർ ചെയ്ത് പറ. N N N N. അടുത്തേരാ? N M. N M. വെരി ഗുഡ്. മക്കളെ കണ്ടല്ലോ എന്തായിരുന്നു ക്വസ്റ്റ്യനെ പറ്റിപ്പോയ അബദ്ധം. അവര് 2 ഓർഡേഡ് പെയറേ തന്നുള്ളൂ. നമുക്കറിയാം 4 ഓർഡേഡ് പെയർ വേണമെന്ന്. പിയിൽ 2 പേരുണ്ട്, ക്യൂയിൽ 2 പേരുണ്ട്. അപ്പൊ 2 × 2 4, 4 ഓർഡേഡ് പെയർ വേണമെന്ന് നമുക്കറിയാം. അവര് തന്നത് വെറും 2 പേരെയാ. അപ്പൊ നമ്മള് റീറൈറ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. റീറൈറ്റ് ചെയ്യുക. P ക്രോസ് Q is equal to തന്നെ എഴുതാൻ നോക്ക് മക്കളെ. M എടുക്കുക, എമ്മിനെ പേർ ചെയ്യുക. M N then M M then എമ്മിനെ പേർ ചെയ്യാൻ ആരുമില്ല. അടുത്ത എന്നിനെ പിടി. N N N M. 4 പേരെ എഴുതി കഴിഞ്ഞവര് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കുക. തെറ്റാണെങ്കിൽ റീറൈറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കുഞ്ഞുങ്ങളെ എഴുതി കഴിഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? A and B ആർ നോൺ എം ജി സെറ്റ്. അതിന്റെ മീനിങ് എയിൽ ആരൊക്കെയോ ഉണ്ട്, ബിയിൽ ആരൊക്കെയോ ഉണ്ട്. A ക്രോസ് ബി ഈസ് എ നോൺ എം ജി സെറ്റ് ആണോ? അതെ. എയിൽ മിനിമം ഒരാളെങ്കിലും കാണും നോൺ എം ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക്. ബിയിലും മിനിമം ഒരാളെങ്കിലും കാണും നോൺ എം ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക്. അപ്പൊ A ക്രോസ് എയിൽ എത്ര പേര് കാണും?
മിനിമം ഒരാളെങ്കിലും കാണും. അപ്പം എ ക്രോസ് ബിയും നോൺ എം ടി സെറ്റ് ആണ്. അതിന്റെ ഓർഡേഡ് പെയർ എക്സ് കോമ വൈ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ എക്സ് കോമ വൈ ആണ് അതെ എ ക്രോസ് ബിയുടെ. അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ, ഇങ്ങനെ ക്രോസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ആദ്യത്തെ എലമെന്റ് ആദ്യത്തെ ആളുടെ, രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ ആളുടെ ആയിരിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് വൈ എലമെന്റ് ഓഫ് ബി. അതാണ് ഇവര് പറഞ്ഞത്, എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് വൈ എലമെന്റ് ഓഫ് ബി ആണെന്ന്. അപ്പൊ നോക്കിക്കേ, എന്താ പറഞ്ഞത്, എയും ബിയും നോൺ എം ടി സെറ്റ് ആണ്. ആരൊക്കെയോ ഉണ്ട് എയിലും ബിയിലും. അപ്പൊ എ ക്രോസ് ബിയിലും ആരൊക്കെയോ ഉണ്ട്. എ ക്രോസ് ബിയുടെ ലോജിക്ക് എന്താ, ഫസ്റ്റ് എലമെന്റ് എയിലെ സെക്കൻഡ് എലമെന്റ് ബിയിലെ. ബി ക്രോസ് സിയുടെ മീനിങ് എന്താ, ഫസ്റ്റ് എലമെന്റ് ബി സെക്കൻഡ് എലമെന്റ് സി. അത് അത്രയും തന്നിട്ട് അവര് ചോദിക്കുന്നു എക്സ് എലമെന്റ് ഓഫ് എവിടത്തെയാണ്. എക്സ് എലമെന്റ് ഓഫ് എവിടത്തെ വരും, എയില് വരും. അതെ, ശ്രീലക്ഷ്മി ഇല്ലേ, ശ്രീലക്ഷ്മി ഇല്ല. ഷഹന മോനെ മ്യൂട്ട് മാറ്റിയടാ. അനുരാഗ് കൃഷ്ണ മ്യൂട്ട് മാറ്റിക്കാൻ മോനെ കൃഷ്ണ. ഓക്കെ ടീച്ചർ. ആ ഞാൻ പറയണത് ഇതിനകത്ത് വല്ല ബ്രേക്ക് നെറ്റിന്റെ വല്ല പ്രശ്നം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ആ ആ അല്ല, 2-3 പേര് റെസ്പോൺസ് വരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. മോനെ ക്ലിയർ ആണോടാ ഇത്രയും? ആ ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നാലാമത്തത് ഒന്ന് നോക്കിക്കേ. നാലാമത്തെ അല്ലല്ലോ, നാലാമത്തെ തേർഡ് പാർട്ട് നോക്ക്. എ തന്നു, ബി തന്നു. ഞാനിത് അല്ലാതെ ഇതിൽ എഴുതി തരാം മക്കളെ. ഇതേ കണ്ടല്ലോ, എ തന്നു, ബി തന്നു. ക്വസ്റ്റ്യൻ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ 5 ഈസ് ഈക്വൽ ടു 5 ആണോ അല്ലയോ എന്ന്. ബി ഇന്റർസെക്ഷൻ 5 എത്ര? വിനീത ഇല്ലേ? ബി ഇന്റർസെക്ഷൻ 5 എത്ര? കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി. 5ക്കും ബിക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ആണ്. അപ്പൊ നമുക്ക് നമ്മളോടുള്ള ചോദ്യത്തിനകത്തുനിന്ന് നമ്മൾ ആദ്യം ആ ബ്രാക്കറ്റിനെ എടുത്തു. നമ്മളോടുള്ള ചോദ്യം എന്താ, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ 5 എന്ന് പറയുന്നത് 5 ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് എടുക്കുന്നു, എ ബി ഇന്റർസെക്ഷൻ 5. നമ്മൾ ഐഡന്റിറ്റി പ്രോപ്പർട്ടി സെറ്റിൽ പഠിച്ചിട്ടുണ്ട്, ബി ഇന്റർസെക്ഷൻ 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഈ ക്വസ്റ്റിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എ ക്രോസ് 5 എന്ന്, ബി ഇന്റർസെക്ഷൻ 5ക്ക് പകരം 5, എ ക്രോസ് 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. മക്കളെ ബോക്സ് ഇടുക കേട്ടോ, എ ക്രോസ് 5 ഈസ് ഈക്വൽ ടു 5. അപ്പൊ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ. എന്നിട്ട് 6th ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതിക്കേ എല്ലാരും. 6th ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് എഴുതിക്കേ. ടീച്ചറെ കേൾക്കാൻ പറ്റുന്നില്ല. മക്കളെ 6th ക്വസ്റ്റ്യൻ ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. 6th ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതേ. എ ക്രോസ് ബി തന്നിട്ടുണ്ട് അല്ലേ, എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ഓഡേഡ് പെയറിന്റെ മീനിങ് എന്താ മക്കളെ? എ ക്രോസ് ബിയുടെ ഓഡേഡ് പെയർ ആണ് ഇവരെങ്കിൽ അതിന്റെ മീനിങ് ഫസ്റ്റ് എലമെന്റുകൾ എയിലെയും സെക്കൻഡ് എലമെന്റുകൾ ബിയിലെയും ആണെന്നല്ലേ മീനിങ്? എ ക്രോസ് ബിയുടെ മീനിങ് എന്താ? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു എ, സെക്കൻഡ് എലമെന്റ് ബിലോങ്സ് ടു ബി. ഇനി ബി ക്രോസ് എ ആണെങ്കിലോ, അപ്പോ ഫസ്റ്റ് എലമെന്റ് ഇതില്, സെക്കൻഡ് എലമെന്റ് ഇതില്, ഓർഡറിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ടാണ് അവന്മാര് നമ്മൾ ഓർഡേഡ് പെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്ക്, എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ചോദ്യം ഫൈൻഡ് എ ആൻഡ് ബി, എയും ബിയും എഴുതുക എന്നാണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു എഴുതി കാണിച്ചു തരാം. ഇവിടെ എയുടെ പൊസിഷൻ എവിടെ? ഒന്നാമതാണോ രണ്ടാമതാണോ? ആരെങ്കിലും ഒരാൾ മ്യൂട്ട് മാറ്റിടാ. ഒന്നാമതാണ്. അപ്പൊ നീ ഒന്നാമത് കിടക്കുന്ന ആളുകളെ എല്ലാരെയും അങ്ങോട്ട് പറ.
ആദ്യത്തെ ഓർഡേഡ് പെയറിൽ ഒന്നാമത് കിടക്കുന്ന ആരാ? എ എ ആണ്. രണ്ടാമത്തെ ഓർഡേഡ് പെയറിൽ ആരാ? എ എ ആണ്. പക്ഷെ നമ്മൾ എഴുതുന്നില്ല, കാര്യം ഒന്ന് എ എഴുതിപ്പോയി. അടുത്തത് മൂന്നാമത്തെ ബ്രാക്കറ്റിലോ പിന്നെ ബി ബി ആണ്. 4ലും ബി ബി ആണ്. എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, റിപ്പീറ്റഡാ. വേണ്ട. ആ അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു പറ. ബി ഇവിടെ എത്രാമതാ? രണ്ടാമത്. അതുകൊണ്ട് രണ്ടാമത് കിടക്കുന്നവരെ എല്ലാരും പറയാം. ആ മിടുക്കി. എക്സ് വൈ, പിന്നെയും എക്സും വൈയും അത് നമ്മൾ എഴുതുകയല്ല, റിപ്പീറ്റഡ് ആകും. അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എഴുതാൻ കിട്ടിയില്ലേ? ആ ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റുകൾ തന്നാൽ ഓർഡേഡ് പെയർ എഴുതാനും അറിയാം, ഓർഡേഡ് പെയറുകൾ തന്നാൽ സെറ്റുകൾ എഴുതാനും ഇപ്പൊ അറിയാം. ആൻസർ എഴുതിയെടുക്ക് മക്കളെ. 6th ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം ആൻസർ എഴുതിയെടുക്ക്. ടീച്ചർ ഈ 5th ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ആ 5th ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഏതാടാ? അഞ്ചാമത്തെ അല്ലേ നീ പറയുന്നേ? ആ അതെ എ ടീച്ചർ. ക്രോസ് എ ക്രോസ് എ. ആ ആദ്യം ഞാൻ പറഞ്ഞുതരാം. എം റൈസ് ടു 3 എന്ന് വരും. എയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അപ്പൊ 2 റൈസ് ടു 3, 8 ഉത്തരങ്ങൾ വേണം. അത് എത്ര ഉത്തരം ഉണ്ടെന്നല്ല ചോദിച്ചേക്കുന്ന, ആ ഉത്തരങ്ങളെല്ലാം എഴുതാൻ. അത് പറഞ്ഞുതരാം. അത് ഇപ്പൊ ഈ 5 മിനിറ്റ് പറഞ്ഞെങ്കിൽ കേറുകയില്ല, അതുകൊണ്ടാണ് അതിട്ടിട്ട് എളുപ്പമുള്ളതിലോട്ട് പോയത്. എഴുതി കഴിഞ്ഞോ എല്ലാരും? മനോജ് സാറേ, സാറേ 8 മണിയാകുമ്പോ ഓട്ടോമാറ്റിക് ലോഗ് ഔട്ട് ആകുമോ? ഇല്ലെങ്കിൽ എനിക്കൊരു ഇച്ചിരി ഒരു 5 മിനിറ്റ് കൂടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ 5th ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോക്ക്, നമുക്ക് എ ക്രോസ് എ കണ്ടുപിടിക്കാൻ അറിയാം, എ ക്രോസ് ബി 2 പേരെ ക്രോസ് ചെയ്യാൻ അറിയാം. ഇവിടെ എന്ത് പറ്റി? 3 ക്രോസിങ് വന്നു. അതാണ് ഇവിടെ പറ്റിയത്. നമുക്ക് 2 പേരുടെ ക്രോസിംഗ് ഒക്കെ അറിയാം. പി ക്രോസ് ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും പിയും ക്യൂ എന്ന് പറഞ്ഞിട്ട് പി ക്രോസ് ക്യൂ ചോദിച്ചാൽ എഴുതും, പി ക്രോസ് പി ചോദിച്ചാൽ എഴുതും, പി ക്രോസ് എം ഉണ്ടെങ്കിൽ പി ക്രോസ് എം ചോദിച്ചാൽ എഴുതും, എ ക്രോസ് ബി എഴുതും, ബി ക്രോസ് എ എഴുതും, എല്ലാം എഴുതും 2 പേരുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ എന്ത് പറ്റി? 3 പേര് വന്നു. എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാല് 5th ക്വസ്റ്റ്യൻ എന്താ? -1 വന്നുവല്ലേ? ഓക്കെ, 5th ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താന്ന. അവര് തന്നത് ഇങ്ങനെയാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് -1, 1. ക്വസ്റ്റ്യൻ എ ക്രോസ് എ ക്രോസ് എ. 3 പേരെ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാല. അതുകൊണ്ട് നമുക്ക് 2 പേരെ എടുക്കാം. നമുക്ക് ആദ്യത്തെ 2 പേരെ അങ്ങോട്ട് എടുക്കാം. എ ക്രോസ് എ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 2 തവണ എ എഴുതിയിട്ട് എഴുതാം. എ ഈസ് ഈക്വൽ ടു -1, 1. എ ക്രോസ് എ എന്ത് വരും? എ ക്രോസ് എ എഴുതാൻ നിങ്ങൾക്കറിയാം. -1, -1, -1, -1, 1, 1, 1, 1 -1, 1, 1. ഇഷ്ടമുള്ള ഓർഡർ എഴുതിക്കോ, ഞാൻ നിങ്ങളെ അങ്ങ് ഓർഡർ പഠിപ്പിച്ചു വിടുന്നേ ഉള്ളൂ. എന്റെ ചോദ്യം എ ക്രോസ് എ അല്ലായിരുന്നു, എ ക്രോസ് എ ആണ്. ഓക്കെ, അപ്പൊ മക്കള് ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ആളെന്ന് വിചാരിക്കുക. ഇതിലെ ഇവനെ എടുക്കുന്നു, ഇവനെ എയുമായി പെയർ ചെയ്യുന്നു. ആദ്യത്തെ ഓർഡേഡ് പെയർ എടുക്കുക. ആദ്യത്തെ ഓർഡേഡ് പെയർ ഏതാ? -1, -1. അവനെ എല്ലാരുമായി പെയർ ചെയ്യുക. ആദ്യം -1 ആയിട്ട് പെയർ ചെയ്തു, പിന്നെ -1, -1 എടുക്കുന്നു, അവനെ 1മായി പെയർ ചെയ്യുന്നു. മനസ്സിലായടോ കുഞ്ഞുങ്ങളെ? പ്രണവേ മനസ്സിലായോ? എന്തോ ഒന്നുകൂടെ പറയാം, ഇതിനേക്കാൾ എളുപ്പത്തിൽ പറഞ്ഞുതരാം. എ ക്രോസ് എ എഴുതാൻ കിട്ടിയോ? ആ, എ ക്രോസ് എ എഴുതാനൊക്കെ അറിയണം, അത് കാര്യം നമ്മൾ നേരത്തെ ചെയ്തതാ. ചോദ്യം എ ക്രോസ് എ ആണ്. മക്കള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതോ, ഇവന്മാരുടെ തുമ്പത്തോട്ട് ഇവന്മാരുടെ മൂന്നാമത്തെ എൻഡില്ലേ, നമ്മളിത് ആദ്യം ചെയ്തത് ഈ 2 എ പെയർ ചെയ്ത് കേട്ടോ.
ഇവിടെ ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ പെയർ ചെയ്തു പോകും. അതിലൊന്നും വലിയ കാര്യമില്ല. ബ്രാക്കറ്റ് തന്നിരുന്നെങ്കിൽ ഞാൻ ബ്രാക്കറ്റിന്റെ രീതിക്ക് പെയർ ചെയ്തേനെ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതി പെയർ ചെയ്യും. നമ്മൾ അങ്ങനെയായിരുന്നു നേരത്തെ ചെയ്ത ഇന്റർസെക്ഷൻ ഒക്കെ ചെയ്തപ്പോ. ബ്രാക്കറ്റ് തന്നാൽ ബ്രാക്കറ്റിൽ നിന്ന് തുടങ്ങും, ബ്രാക്കറ്റ് തന്നില്ലേ നമുക്ക് തോന്നിയെടുത്തും തുടങ്ങും. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടുപേരെ പെയർ ചെയ്ത് വെച്ചേക്കുന്ന ഏത്? അടുത്ത ആളുടെ പൊസിഷൻ എന്താ? എൻഡിലല്ലേ, റൈറ്റ് എൻഡിലല്ലേ. ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ മക്കള്. ഇത്രയും ആളുകളുടെയും എൻഡിൽ ആദ്യം -1 ചേർത്ത് എഴുതുക. ദെൻ ഇത്രയും ആളുകളുടെയും എൻഡിൽ +1 ചേർത്ത് എഴുതുക. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ആളെ എടുക്കുന്നു, -1 അവന്റെ എഡ്ജില് ആരെ ചേർക്കുന്നു? -1 ചേർക്കുന്നു. അടുത്ത ആളെ എടുക്കുന്നു, -1 +1 അവന്റെ എഡ്ജില് -1 ഇടുന്നു. അങ്ങനെ എല്ലാവരെയും എടുക്കുക, എല്ലാവരുടെയും തുമ്പത്ത് -1 ഇടുക. ദെൻ എല്ലാവരെയും ഒന്നും കൂടെ എടുക്കുക, അവരുടെ തുമ്പത്ത് +1 ഇടുക. പ്രണവേ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. 1 -1 വരും. ദെൻ 1 1 -1 വരും. എല്ലാവരുടെയും തുമ്പത്ത് -1 ഇട്ട് കഴിഞ്ഞു. അടുത്ത ഇനി എന്താ? സെയിം ആളുകളെ എടുക്കുക, തുമ്പത്ത് +1 ഇടുക. -1 -1 +1. ദെൻ രണ്ടാമത്തെ ആള് -1 +1 +1. ദെൻ 1 -1 1. ദെൻ 1 1 1. മക്കൾ ഇത് തന്നെത്താനെ ഹോംവർക്ക് ആക്കി ചെയ്താൽ മതി. നമുക്ക് വേറൊന്നും എടുക്കാം. ദേണ്ടേ P = 2 3. Q = AB. R = 1 2. എന്റെ ചോദ്യം P × Q × R. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യും? ബ്രാക്കറ്റിനെ ആദ്യം ചെയ്തു നോക്കും. ബ്രാക്കറ്റ് ആരാ? Q × R. നമ്മളിത് പഠിക്കും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ പഠിപ്പിക്കും ഇത്. Q × R. Q × R എടുക്ക്. Q × R എടുക്കാൻ നിങ്ങൾക്ക് അറിയാം. A1 A2 B1 P2. എനിക്ക് ആരെ എഴുതണ്ടേ? P × Q × R. നോക്ക്, പിയുടെ പൊസിഷൻ എവിടെ? ആദ്യവാ. അപ്പൊ ഇവരെ എടുക്കുക, പിയിലുള്ളവരെ എവിടെ എഴുതണം? ഫ്രണ്ടിൽ എഴുതണം. കാര്യം Q × R ഫ്രണ്ടിലാണ് പി. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും എടുക്കുക, ഇവരുടെ ഫ്രണ്ടില് പിയിൽ ഓരോരുത്തരെ ചേർക്കുക. ഞാൻ ആദ്യം പിയിലെ 2 എടുക്കുക. 2വിനെ ഇവരുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ചേർത്ത് പറയുക. പ്രണവേ പറഞ്ഞേ മോനെ. 2A1 2A1 2A2 2A2 2B1 2B1 2B2 2B2. അങ്ങനെ 2ന്റെ പരിപാടി തീർത്തു. അടുത്ത പിയിൽ അടുത്ത ആളെ പിടിച്ചോ. 3A1 3A1 3A2 3A2 3B1 3B1 3B2 3B2. വെരി ഗുഡ്. മ്യൂട്ട് ആക്കിക്കോ മോനെ. അപ്പൊ മക്കളെ എന്തുവാ? കറസ്പോണ്ടിങ് പൊസിഷനിൽ കയറ്റണം, അത്രേ ഉള്ളൂ. നേരത്തെ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ളിടത്ത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളവരെ ആദ്യം ചെയ്തു വെച്ചോ. ഇവിടെ കൃത്യമായി ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ Q × R എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ നോക്കി, എനിക്ക് P × Q × R ആണ് ചെയ്യേണ്ടത്. പിയുടെ പൊസിഷൻ എവിടെ? Q × R ഫ്രണ്ടില്. അപ്പൊ ഞാൻ എന്തെടുക്കുന്നു? Q × R എല്ലാവരുടെയും മുന്നിൽ പിയിലെ ഓരോരുത്തരെ ആയിട്ട് എടുക്കുന്നു. ആദ്യം ഞാൻ ഇവന്മാരെ എല്ലാരെയും എടുക്കുന്നു, അവരുടെ മുന്നിൽ 2 ചേർത്ത് വായിക്കുന്നു. 2A1 2A2 2B1 2B2. ദെൻ ഇവരെല്ലാരും എടുക്കുന്നു, തൊട്ടടുത്ത ആളെ ചേർത്ത് വായിക്കുന്നു. 3 ചേർത്തു. 3A1 3A2 3B1 3B2. നോക്കിക്കേ, ഇവിടെ 2 പേര്, ഇവിടെ 2 പേര്, ഇവിടെ 2 പേര്. അപ്പൊ 2 × 2 × 2 8. 1 2 3 4 5 6 7 8 8 പേരെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ മ്യൂട്ട് മാറ്റടാ. നിങ്ങളായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് വരണം കേട്ടോ. ആരെങ്കിലും ഒരാൾ സ്വന്തമായിട്ട് ചോദിക്കുന്നു, ഞാനായിട്ട് വിളിക്കണോ?
നന്ദന മോനെ മ്യൂട്ട് മാറ്റടാ. ആ ടീച്ചർ. ആ സെയിം സാധനം തന്നെ. വേണ്ടേ പി ഇത് ക്യൂ ഇത് ആർ ഇത്. മക്കളെ ഇത് കണ്ടുപിടിച്ച് പറയണം. പി ക്രോസ് ക്യൂ ക്രോസ് ആറ്. അപ്പൊ ആദ്യം ആര് ചെയ്യണം? പി ക്രോസ് ക്യൂ. ആ പി ക്രോസ് ക്യൂ എന്ന് പറഞ്ഞേ കേക്കട്ടെ. 2A ആ 2A 2B 2B 3A 3A 3B 3B. അങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചു വെച്ചു. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്രോസ് ക്യൂ ക്രോസ് ആർ എന്ന് വെച്ചാൽ പി ക്രോസ് ക്യൂവിന്റെ ഫ്രണ്ടിലാണോ ആറ് ചേർക്കണ്ടേ പുറകിലാണോ ചേർക്കണ്ടേ? പുറകില്. അപ്പൊ പി ക്രോസ് ക്യൂവിൽ എല്ലാരെയും എടുക്കുക. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും അവസാനം ആറില് ഓരോരുത്തരെ ചേർത്ത് പറ. 2A1 2A1 2B2 അല്ല മോനെ ആദ്യം 1 ചേർത്ത് തീർത്ത് പറ. 2B1 1 2B2 ഒക്കെ ഇതിനകത്തുള്ള ആളുകൾ തന്നെ സംഭവിച്ചു. പക്ഷെ അപ്പൊ മോന് കുറച്ച് മിസ്സിങ് വരും. 1 ചേർത്ത് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് എടുത്തെടുക്കാം. 3A1 3A1 3B2 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 3B1. നീ 1 എടുക്കുക. 1നെയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും എഡ്ജ് ചേർത്തെ. ഇനി എല്ലാവരുടെയും എൻഡില് 2 ചേർത്ത് പറ. 2A2 2A2 2B2 2B2 3A2 3A2 3B2. നിങ്ങൾ ഈ പറയുമ്പോൾ മിസ്റ്റേക്ക് ചെറുതായിട്ടുണ്ടാവുന്നെങ്കിൽ മേ ബി നിങ്ങൾ എഴുതാതെ എന്റേത് നോക്കി പറയുമ്പോഴുള്ള മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ആ മിസ്റ്റേക്ക് കൂടെ ഒഴിവായി വരണം. അപ്പൊ മക്കളെ സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാന്ന്? 3 പേരെ വന്നാൽ ഇതിനകത്തുനിന്ന് ഞാൻ പറയാൻ വന്ന സാധനം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല നേരത്തെ തെളിയിച്ചായിരുന്നു. അസോസിയേറ്റീവ് ആണോ നോക്കാം. അസോസിയേറ്റിവിറ്റി എന്താ? 3 പേരെ തമ്മിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സെയിം കിട്ടുന്നു. പി ക്രോസ് ക്യൂ ക്രോസ് ആർ പി ക്രോസ് ക്യൂ ക്രോസ് ആർ. ആദ്യത്തെ ആളുകളെ പെയർ ചെയ്തു, ഇവിടെ രണ്ടാമത്തെ ആളുകളെ പെയർ ചെയ്തു. നോക്ക് ഇവിടെ 2A1 ഉണ്ട്, ഇവിടെ 2A1. 2B1 ഉണ്ട്, ദേ കിടക്കുന്നു 2B1. 3A1 ഉണ്ട്, ദേ കിടക്കുന്നു 3A1. 3B1 ഉണ്ട്, ദേ കിടക്കുന്നു 3B1. 2A2 ഉണ്ട്, ദേ കിടക്കുന്നു 2A2. 2B2 ഉണ്ട്, ദേ കിടക്കുന്നു 2B2. 3A2 ദേ കിടക്കുന്നു 3A2. 3B2 ദേ കിടക്കുന്നു 3B2. ഇവിടെ 8 പേരുണ്ട്, ഇവിടെ 8 പേരുണ്ട്. അതായത് ഇവര് രണ്ടുപേരും സെയിം ആണ്. പി ക്രോസ് ക്യൂ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു പി ക്രോസ് ക്യൂ ക്രോസ് ആർ അഥവാ അസോസിയേറ്റീവ് ആണ്. ഓക്കെ. മക്കളെ ഈ പി ക്യൂ ആർ എന്ന് എഴുതിയെടുത്തേ. പി എന്നും ക്യൂ എന്നും ആറ് മാത്രം എഴുതിക്കേ. പി is equal to set 2 3, Q is equal to set AB, R is equal to set 1 2. എന്നിട്ട് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ഫൈൻഡ് പി ക്രോസ് ബ്രാക്കറ്റിൽ ക്യൂ ക്രോസ് ആർ. ഫൈൻഡ് പി ക്രോസ് ബ്രാക്കറ്റിൽ ക്യൂ ക്രോസ് ആർ. രണ്ടാമത്തെ പാർട്ടായിട്ട് ഇത് എഴുത്. ബ്രാക്കറ്റിൽ പി ക്രോസ് ക്യൂ, പുറത്ത് ക്രോസ് ആർ. അപ്പൊ മക്കള് ടെക്സ്റ്റ് ബുക്കിലെ 5th ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ഹോംവർക്ക് എഴുതിക്കേ. 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക്, 7th ക്വസ്റ്റ്യൻ ഹോംവർക്ക്. 5ഉം 7ഉം ഹോംവർക്ക്. ഇപ്പൊ പറഞ്ഞ പി ക്രോസ് ക്യൂടെ അതും ഹോംവർക്ക്.